ദേവമംഗൾ ആസ്ട്രോമീഡിയയിലേക്ക് സ്വാഗതം. കാർത്തിക നക്ഷത്രക്കാരുടെ 2026 മെയ് മുതൽ ആഗസ്റ്റ് വരെയുള്ള പൊതുവായ ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. കാർത്തിക 2 രാശികളിലായി വരുന്ന നക്ഷത്രമാണ്. കാർത്തിക 1-ാം പാദം മേടൻ രാശിയിലും ഇവരെ മേടക്കൂറുകാർ എന്നും, കാർത്തിക 2ഉം 3ഉം പാദങ്ങൾ ഇടവൻ രാശിയിൽ വരുന്നു, ഇവരെ ഇടവക്കൂറുകാർ എന്നും പറയുന്നു. മേടക്കൂറുകാരായ കാർത്തിക നക്ഷത്രം 1-ാം പാദക്കാർക്ക് ഈ വർഷം മുഴുവനും 7.5 ശനി നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ശനിദോഷ പരിഹാരമായി ശനിയാഴ്ച വ്രതം, ശനിപ്രീതികരമായ കർമ്മങ്ങളും അനുഷ്ഠിക്കണം. അതുപോലെ തന്നെ 3-ൽ വ്യാഴം സഞ്ചരിക്കുന്നു. 3-ൽ വ്യാഴം ഉറവിളി കൂട്ടുമെന്നാണ്. ഈ ജൂൺ ആദ്യം വരെ ഈ സ്ഥിതി കൊണ്ട് ദൈവാധീനക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ വ്യാഴപ്രീതികരങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതോടൊപ്പം പരദേവതാ പ്രീതിയും കൈവരുത്തേണ്ടതാണ്. എന്നാൽ ഇടവക്കൂറുകാരായ കാർത്തിക നക്ഷത്രം 2, 3, 4 പാദക്കാർക്ക് ഈ വർഷം മുഴുവൻ ശനി 11-ൽ സഞ്ചരിക്കുന്നതിനാൽ ശനിയുടെ അനുകൂല ഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരിക. അധികാരപ്രാപ്തി, കളത്രസുഖം, സന്താന സൗഖ്യം, സാമ്പത്തികാഭിവൃദ്ധി, രോഗശമനം എന്നീ ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരും. ശനിപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ഫലങ്ങൾ വർദ്ധിക്കും. അതുപോലെ തന്നെ ഈ ജൂൺ ആദ്യം വരെ വ്യാഴം 2-ൽ സഞ്ചരിക്കുന്നതിനാൽ ധനലാഭം, പ്രശസ്തി, ശത്രുനാശം, ദാനധർമ്മങ്ങളിൽ താൽപ്പര്യം എന്നീ ഗുണഫലങ്ങൾ ഉണ്ടാകും. എന്നാൽ ഈ ജൂൺ ആദ്യവാരത്തിൽ വ്യാഴം 3-ലേക്ക് വരികയും അപ്പോൾ തൊഴിൽ പ്രശ്നങ്ങൾ, ബന്ധുക്കളെ കൊണ്ട് ഉപദ്രവം, ധനനാശം, ശത്രുവർദ്ധന, ജന്തുക്കളെ കൊണ്ടുള്ള അപകടം എന്നിവയ്ക്ക് സാധ്യതയുണ്ടാകും. അതിനാൽ വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും വ്യാഴപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും കുടുംബ പരദേവതാ പ്രീതി വരുത്തുന്നതും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ ഉത്തമ പരിഹാരമാണ്. കാർത്തിക നക്ഷത്രക്കാരുടെ 2026 മെയ് മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ പലവിധ തടസ്സങ്ങളും, ഉദ്ദേശിച്ചു ഉറപ്പിച്ചിരുന്ന കാര്യങ്ങൾക്ക് അകാരണമായി തടസ്സങ്ങളുണ്ടാകുക, അപവാദങ്ങൾ കേൾക്കാനിടവരുക, അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ട് സാമ്പത്തിക നഷ്ടത്തിനിടവരുത്തുക, മാതാവിൻ്റെ സ്വത്തിനെ ചൊല്ലി ബന്ധുക്കൾ തമ്മിൽ ശത്രുത വരുക, ഊഹക്കച്ചവടത്തിൽ ഇടപെട്ട് സാമ്പത്തിക നഷ്ടം വരിക. എന്നാൽ സാധാരണ കച്ചവടക്കാർക്ക്, അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സമയം അനുകൂലമായിരിക്കും. വസ്തുവകകൾ, വാഹനങ്ങൾ എന്നിവ വാങ്ങാൻ യോഗമുണ്ടാകും. വിവാഹാന്വേഷകർക്കും പ്രണയിതാക്കൾക്കും ആഗ്രഹാനുസരണമുള്ള വിവാഹത്തിന് സമയം അനുകൂലമായി കാണുന്നു. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുജനങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുമെങ്കിലും മാനസിക സമ്മർദ്ദവും അലച്ചിലും വർദ്ധിക്കാൻ സാധ്യത കാണുന്നു. കാർത്തിക നക്ഷത്രക്കാരുടെ 2026 ജൂൺ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ ദോഷാധിക്യമുള്ള സമയമായി കാണുന്നു. ആവശ്യമില്ലാത്ത ഇടച്ചുതേട്ടം പല ദോഷങ്ങളെയും വരുത്തിവെക്കാൻ ഇടവരുത്തും. പലവിധ കുടുംബ പ്രശ്നങ്ങൾ മൂലം മനസ്ക്ലേശത്തിന് ഇടവന്നേക്കാം. ഉറ്റ സുഹൃത്തുക്കൾ ശത്രുക്കളായി മാറും. അർഹതപ്പെട്ടതും കിട്ടേണ്ടതുമായ വസ്തുക്കൾ കൈവശം വന്നു ചേരാൻ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. യാത്രകൾ കൊണ്ട് ബുദ്ധിമുട്ടും പ്രതീക്ഷിച്ച നേട്ടങ്ങളും ഉണ്ടാകില്ല. എതിർലിംഗത്തിലുള്ളവരുമായുള്ള അടുപ്പം പലവിധ തെറ്റിദ്ധാരണകൾക്കും അപവാദങ്ങൾക്കും ഇടവരുത്തും. ദാമ്പത്യ ജീവിതം അത്ര തൃപ്തികരമായിരിക്കില്ല. എന്നാൽ വിവാഹാലോചകർക്കും പ്രണയിതാക്കൾക്കും ആഗ്രഹിച്ച ജീവിത പങ്കാളിയെ ലഭിക്കാൻ സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്കും ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്കും വിദേശ പഠനത്തിനും വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ആദ്യം ചില തടസ്സങ്ങൾ നേരിടുമെങ്കിലും പിന്നീട് കാര്യങ്ങൾ ആഗ്രഹിച്ച പോലെ നടക്കാൻ സാധ്യത കാണുന്നു. വ്യാപാരികൾക്കും കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സമയം അനുകൂലമായി കാണുന്നു. കാർത്തിക നക്ഷത്രക്കാരുടെ 2026 ജൂലൈ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ ജൂൺ മാസത്തെ ഫലത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന പ്രതികൂല ഫലങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നതായി കാണുന്നു. സ്വജനങ്ങളിൽ നിന്നും അനുചിതമല്ലാത്ത പ്രവൃത്തികൾ മൂലം മനോവിഷമത്തിന് ഇടവരുത്തും. ഉറ്റമിത്രങ്ങളായിരുന്നവരാൽ ചതിക്കപ്പെടാൻ ഇടവരും. സ്വജനങ്ങളുടെയും അടുത്ത ബന്ധുക്കളുടെയോ വേറുപാടിന് ഇടവന്നേക്കാം. അകാരണമായ ഉത്കണ്ഠ മനസ്സിനെ അസ്വസ്ഥമാക്കും. എന്നാൽ തൊഴിൽ രംഗത്ത് ഉയർച്ചയും സാമ്പത്തിക ഉന്നതിയും കൈവരും. എങ്കിലും ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. വസ്തു, വാഹനം എന്നിവയ്ക്ക് യോഗം കാണുന്നു. മാതാവിൻ്റെ ആഗ്രഹാനുസരിച്ച് പ്രവർത്തിക്കും. സ്വന്തം ആർഭാടത്തിനായി ധനം ധാരാളം ചെലവഴിക്കും. താൽക്കാലിക നിലനിൽപ്പിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു കൂട്ടാൻ സാഹചര്യം വന്നുചേരും. കലാരംഗത്തും പൊതുരംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് സമയം അനുകൂലമായി കാണുന്നു.
കാർത്തിക നക്ഷത്രക്കാരുടെ 2026 ഓഗസ്റ്റ് മാസത്തെ ഫലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ അനുഭവിച്ചുകൊണ്ടിരുന്ന പല അവസ്ഥകളിൽ നിന്നും ചെറിയ മോചനമുണ്ടാകും. ശത്രുക്കളായിരുന്നവർ മിത്രങ്ങളായി മാറാനിടവരും. തൊഴിൽ രംഗത്ത് പുരോഗതിയും സാമ്പത്തിക ഉയർച്ചയും ഉണ്ടാകും. സഹപ്രവർത്തകരിൽ നിന്ന് സഹായം ലഭിക്കും. കടബാധ്യതകളിൽ നിന്നും മോചനം കൈവരും. വിവാഹാന്വേഷകർക്കും പ്രണയിതാക്കൾക്കും സമയം ഏറെക്കുറെ അനുകൂലമായി കാണുന്നു. വിദ്യാർത്ഥികൾക്കും ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്കും വിദേശ പഠനത്തിനും വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും കുറച്ച് പ്രശ്നങ്ങളെയൊക്കെ നേരിടേണ്ടി വരുമെങ്കിലും പിന്നീട് സാഹചര്യം അനുകൂലമായി വരുന്നു. ജീവിതത്തിൽ പൊതുവെ ചില മാറ്റങ്ങൾക്ക് ഇടവരാനുള്ള സാഹചര്യമുണ്ടാകും. ബുധൻ ശനി ദിവസങ്ങൾ അത്ര ഗുണകരമല്ലാത്തതിനാൽ വളരെ ശ്രദ്ധ അനിവാര്യമാണ്. കാർത്തിക നക്ഷത്രക്കാരുടെ 2026 മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള പൊതുവായ ഫലത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പൊതുവായ ഫലമായതിനാൽ നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഫലത്തിൽ ചില ഏറ്റക്കുറച്ചിൽ കണ്ടേക്കാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നതോടൊപ്പം ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.